നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്രമസമാധാനം തകർക്കാൻ സാധ്യതയുള്ള ഗുണ്ടാ സംഘങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും പേരുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചോർത്തി നൽകിയതായി സംശയിക്കുന്ന പശ്ചിമ ബംഗാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് രാജ്ഭവൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. ഇതോടെ കൂച്ച് ബെഹാർ മേഖലയിലെ സംഘർഷബാധിത മണ്ഡലങ്ങളിൽ ഗവർണർ CV അനന്തബോസിന്റെ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന ആരോപണത്തിൽ ഊരാക്കുടുക്കിലായിരിക്കുകയാണ്. കടുത്ത നടപടിയിൽ നിന്ന് തലയൂരാൻ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നെട്ടോട്ടത്തിലാണ്. ഇപ്പോൾ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ ഗവർണർ അനന്തബോസിന്റെ ഓഫീസ് സ്വന്തം സംവിധാനം ഉപയോഗിച്ച് സംസ്ഥാനത്തുടനീളമുള്ള ക്രിമിനലുകൾ എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി മുൻകരുതലുകൾ നടപടിക്കായി സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ മുഖേന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയിരുന്നു. രാജ്ഭവൻ കൈമാറിയ പട്ടിക പരമരഹസ്യമായി സൂക്ഷിച്ച് നടപടിയെടുക്കേണ്ടത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് ചോർത്തി നൽകി എന്ന ഗുരുതരമായ കുറ്റമാണ് രാജ്ഭവൻ നൽകിയ കത്തിൽ ആരോപിക്കുന്നത്. രാജ്ഭവനിൽ ഗവർണർ സ്ഥാപിച്ച പീസ് റൂമിൽ ഫോണിലൂടെയും ഇമെയിൽ വഴിയും പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് സാമൂഹിക വിരുദ്ധരുടെ പേരുകൾ പ്രധാനമായും ശേഖരിച്ചത്. ഈ ഗുണ്ടകളും സാമൂഹിക വിരുദ്ധരും ഈ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് സമയത്ത് സാധാരണ വോട്ടർമാരെ ഭയപ്പെടുത്തി വോട്ടിംഗ് പ്രക്രിയ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. രഹസ്യാത്മകവും തന്ത്രപ്രധാനവുമായ വിവരങ്ങളുടെ ഈ വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പ് മാനുവൽ 324.6 ക്ലോസ് ഇയുടെ കടുത്ത ലംഘനമാണ് എന്നും രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നേരിട്ടിടപെട്ട് ജനങ്ങൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പാക്കിയ ഗവർണറെ ഇക്കുറി അതിൽ നിന്ന് അകറ്റി നിർത്താനാണ് കൂച്ച് ബെഹാർ സന്ദർശനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖേന ശ്രമിച്ചത്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തെ ഭരണ തലവനായ ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും കഴിയില്ല. എങ്കിലും ഗവർണർ പദവിയെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന കാരണത്താലാണ് ഗവർണർ അനന്തബോസ് അന്നേ ദിവസം നിയോജക മണ്ഡലം സന്ദർശിക്കാതെ രാജ്ഭവനിലെ പീസ് റൂമിലിരുന്ന് ജനങ്ങളുമായി സംവദിക്കാൻ തീരുമാനിച്ചത്. ഗവർണർ നിലപാട് കടുപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബംഗാൾ ഗവൺമെന്റും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അയഞ്ഞത്. ഗവർണർക്ക് ജില്ലാ സന്ദർശന വേളയിൽ സംരക്ഷണം ഏർപ്പെടുത്താനും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുവാനും തയ്യാറാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഗവർണർക്ക് സംസ്ഥാനത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുവെന്നും ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നുമുള്ള നിലപാടാണ് രാജ്ഭവൻ സ്വീകരിച്ചത്. തത്ഫലമായി 100 കണക്കിന് പരാതികളാണ് ഗവർണർക്ക് നേരിട്ട് ലഭിച്ചത്. ടെലിഫോണിൽ പരാതി പറയുന്നവരോട് ഗവർണർ നേരിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. തത്ഫലമായി 100 കണക്കിന് പരാതികളാണ് ഗവർണർക്ക് നേരിട്ട് ലഭിച്ചത്. ടെലിഫോണിൽ പരാതി പറയുന്നവരോട് ഗവർണർ നേരിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. കിട്ടിയ പരാതികൾ മേൽ നടപടികൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയും അത് രാജ്ഭവൻ മോണിറ്ററിംഗ് നടത്തുകയും ചെയ്തു. ഇത് കൂടുതൽ ജനങ്ങൾക്ക് ഗവർണറുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരമായി മാറുകയും ചെയ്തു. ഉർവശി ശാപം ഉപകാരമെന്ന് പറയുന്നത് പോലെ ഗവർണർ നിയോജക മണ്ഡലത്തിൽ ഇറങ്ങാതെ രാജ്ഭവനിലെ പീസ് റൂമിലിരുന്ന് ജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുകയും ചെയ്തു. ഗവർണർ ഭരണഘടനയിൽ ഒരു പുതിയ അനന്തബോസ് മോഡൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു ഘടകമായി മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് സന്ദേശ് ഗലിയിലെ ഗുണ്ടകളുടെ അറസ്റ്റാണ്. സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടകൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്നതൊരു ധാരണയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിലനിന്നത്. എന്നാൽ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് ഗവർണർ അനന്തബോസ് അവിടെ പര്യടനം നടത്തുകയും സ്ത്രീകൾക്ക് അവരുടെ ആന്തരിക ശക്തി കണ്ടെത്താൻ തക്ക തരത്തിലുള്ള രീതിയിലുള്ള ഉദ്ബോധനം നടത്തുകയും ചെയ്തു. സ്ത്രീകൾക്ക് അദ്ദേഹത്തിന് രാഖി കെട്ടി സഹോദരനായി സ്വീകരിച്ചു. സഹോദരന്റെ ചുമതലയാണ് സഹോദരിയുടെ മാനം കാക്കുക എന്നത് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ മറ്റു ചില സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് ആക്രമികൾക്കെതിരായി ചൂലുമേന്തി രംഗത്തെത്തി. ഇത് ബംഗാൾ തിരഞ്ഞെടുപ്പിനെ സാരമായി സ്വീകരിക്കുന്നെന്നും ഘടകമായി ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. തിരഞ്ഞെടുപ്പ് വേളയിൽ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് രാജ്ഭവൻ ആവർത്തിച്ച് ഓർമ്മിച്ചു.
ഇതിനിടെ ഡൽഹിയിൽ നിന്നെത്തിയ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി ഗവർണർ അനന്തബോസുമായി രഹസ്യ ചർച്ചയും നടത്തി.